ഗൂഗിൾ പേയിൽ പുതിയതായി വന്നിട്ടുള്ള പോക്കറ്റ് മണി ഫീച്ചറിനെ കുറിച്ചുള്ള മെസ്സേജുകൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ടാകും. എന്താണ് ഈ പുതിയ ഫീച്ചർ എന്നാണ് എല്ലാവരും തിരയുന്നത്. വാട്സാപ്പിലേക്ക് ഒരു മുന്നറിയിപ്പ് സന്ദേശം എത്തുന്നുണ്ട്. ഗൂഗിൾ പേയിൽ പുതുതായി വന്നിട്ടുള്ള പോക്കറ്റ് മണി എന്ന ഫീച്ചർ ഉപയോഗിക്കരുതെന്നും അത് ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടുമെന്നുമാണ് സന്ദേശം. 10,000 രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ഓഡിയോ മെസ്സേജും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. മെസ്സേജ് കണ്ട് ഗൂഗിൾ പേ ഓണാക്കിയാൽ പോക്കറ്റ് മണി എന്നൊരു ഫീച്ചറും കാണാം. ഇത്രയും കാണുമ്പോൾ തന്നെ തട്ടിപ്പെന്ന് ഉറപ്പിക്കുകയാണ് എല്ലാവരും. ഗൂഗിൾ പേ ഔദ്യോഗികമായി അവതരിപ്പിച്ച UPI സർക്കിൾ എന്ന സുരക്ഷിതമായ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ പോക്കറ്റ് മണി. സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ UPI ഐഡിയോ ഇല്ലാത്ത കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. മക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ തന്നെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താനാകുന്നതാണ് ഫീച്ചർ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയതാണ് ഈ സംവിധാനം. ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാൻ 5 പേരെ വരെ അനുവദിക്കാം. മക്കൾക്കോ വിശ്വസ്തരായ മറ്റൊരാൾക്കോ വേണ്ടി പോക്കറ്റ് മണി ഫീച്ചർ സെറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്ക് 2 തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തിരഞ്ഞെടുക്കാം. ഒരു നിശ്ചിത പ്രതിമാസ പരിധിയാണ് ആദ്യത്തേത്. പരമാവധി 15,000 രൂപ വരെയാണ് ഇത്തരത്തിൽ നൽകാനാവുന്നത്. ഈ പരിധിക്കുള്ളിൽ നിന്ന് കുട്ടികൾക്ക് കടകളിലും QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാം. ഒരു തവണ പരമാവധി 5,000 രൂപ വരെ മാത്രമേ ഇങ്ങനെ അയക്കാൻ കഴിയൂ. രണ്ടാമത്തെ രീതിയിൽ കുട്ടി ഓരോ തവണ പണം അടയ്ക്കുമ്പോഴും രക്ഷിതാവിന്റെ ഫോണിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ പണം കൈമാറ്റം നടക്കൂ. ബാങ്കിംഗ് നിയമങ്ങൾ പാലിക്കുന്നതിനായി ഉപയോക്താക്കളുടെ വിവരങ്ങൾ സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി മക്കൾക്ക് സ്വതന്ത്രമായി പണം ചെലവഴിക്കാനും മക്കൾ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പുവരുത്താനും കഴിയുന്നതാണ് പുതിയ ഫീച്ചർ. ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി ഐക്കണിൽ വെറുതെ ഒന്ന് തൊട്ടാലോ അതിനുള്ളിൽ കയറി നോക്കിയാലോ പണം നഷ്ടപ്പെടില്ല. ഒരാളെ സെക്കൻഡറി യൂസറായി ആഡ് ചെയ്ത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ സാധിക്കൂ. വാട്സാപ്പിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലേ സ്റ്റോറിൽ പോക്കറ്റ് മണി എന്ന പേരിൽ മറ്റ് ചില തേർഡ് പാർട്ടി ആപ്പുകളുണ്ട്. അവ ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ പണം നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഗൂഗിൾ പേയ്ക്ക് ഉള്ളിലുള്ള ഈ സംവിധാനം ഔദ്യോഗികവും സുരക്ഷിതവുമാണ്. അതിനാൽ തന്നെ ഇത് തട്ടിപ്പാണെന്ന് പറയുന്നതും ശരിയല്ല. പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചതുകൊണ്ടാവും. ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി ഐക്കണിൽ ആദ്യമായി ടാപ്പ് ചെയ്യുന്നവർക്ക് അതിൽ സെക്കൻഡറി യൂസറെ ചേർക്കുന്നതിനുള്ള ഓപ്ഷനുകൾ കാണാം. അങ്ങനെ മാത്രമേ നിങ്ങൾ നിശ്ചയിക്കുന്നയാൾക്ക് ഇടപാടുകൾ നടത്താൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.